നമുക്കൊന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു വന്നാലോ? തൃശ്ശൂർ ജില്ലക്കാർക്ക് എന്ത് ഭാഗ്യമാണല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരൊക്കെ പോവാം. ഞങ്ങളിതേ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്കുള്ള ബസ് കയറിയേക്കാണ്. വീട്ടിൽ നിന്നും അമ്മയും അനിയത്തിയും ഞാനും കൂടിയിട്ടാണ് പോകുന്നത്. കിഴക്കേ നടയിലിറങ്ങിയിട്ട് നടക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. മേൽപ്പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ കാരണം കിഴക്കേ നടയിലേക്ക് കുറച്ച് നടന്നാൽ മതി. രണ്ട് മരുമക്കളെയും കൂട്ടിയിട്ട് കണ്ണനെ കാണാൻ വന്ന അമ്മയാണ് മുന്നിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നടക്കുന്നത്. 5:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരു 7:15 ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. കണ്ണന് ചാർത്താനായിട്ട് തുളസിയും ചെത്തിയും ചേർത്തിട്ടുള്ള ഒരു മാലയും പിന്നെ അവൽക്കിഴിയും പിന്നെ താമരമുട്ടുമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. നടപ്പാത കണ്ടപ്പോൾ തിരക്കില്ലെന്ന് തോന്നിയെങ്കിലും അടുത്തേക്ക് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഉള്ളിൽ കയറണമെന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച് പോയതുകൊണ്ട് തന്നെ നല്ല വലിയ ക്യൂ ആണെങ്കിലും നമ്മൾ നിന്ന് തൊഴുത് ഗുരുവായൂരപ്പനെ കൺകുളിർക്ക് കണ്ടിട്ടാണ് ഇറങ്ങിയത്. ഫോണിലൂടെ എന്നുള്ള നിയമം വന്നിട്ടും ആരപ്പോൾ ഫോട്ടോ എടുക്കാണ്ട് പോരാല്ലേ. അങ്ങനെ 3-4 ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നമ്മുടെ സദ്യക്കുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. വലിയ ക്യൂ ആയിരുന്നു. ഇവിടെയാണ് കുറച്ചധികം തിരക്ക് ഞാൻ കണ്ടത്. 4 വരികൾ വളഞ്ഞും തിരിഞ്ഞും മോളോടെ കയറിയും പിന്നെ താഴേക്ക് ഇറങ്ങിയും അങ്ങനെ നമ്മൾ സദ്യയുടെ അടുത്തെത്തുമ്പോഴേക്കും ഒരു നേരമാവും. കുളത്തിന് നടുവിലുള്ള കൃഷ്ണനെ കാണിച്ചുകൊണ്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു കരുണാകരനുള്ള കാലത്താണ് ഇത് പണിതേന്നൊക്കെ. അങ്ങനെ കുറേ ഐതിഹ്യ കഥകളൊക്കെ കേട്ട് ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടുണ്ട്. ഇത് മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചയാണ്. താഴേക്ക് അത്രയും അധികം ആൾക്കാർ ക്യൂവിൽ നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഓപ്പോസിറ്റ് സൈഡിലുള്ളവരുടെ മുഖം നോക്കിയാൽ തന്നെ അറിയാം എത്രത്തോളം വിശപ്പിൻ്റെ വിളി എല്ലാവരിലും എത്തിയെന്നുള്ളത്. കൂടെയുള്ളത് അനിയത്തിയും തൊട്ടപ്പുറത്ത് 2 മരുമക്കളെ കൂട്ടി വന്ന പാവം അമ്മയും. അങ്ങനെ ക്യൂ നീങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അമ്പലക്കുളത്തിലായിട്ട് ഒരുപാട് വലുതും ചെറുതുമായ മീനുകളെ കണ്ടു. പിന്നെയും ക്യൂ മുന്നോട്ട് നീങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ഒന്നും ഞാൻ എടുത്തില്ല. ശേഷം ഭഗവാനെ ഒന്നുകൂടെ തൊഴുതിന് ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് സൈഡിലായിട്ട്. അതിൽ ഒരു ഷോപ്പിൽ നിന്ന് ഉണ്ണിക്ക് ഒരു വണ്ടി മേടിക്കാനായിട്ട് കയറി. ഞാൻ അവനെ വീട്ടിൽ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് പോയത്. അപ്പോൾ എനിക്കൊരു വിഷമം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വണ്ടി മേടിക്കാനായിട്ട് കയറിയത്. ആദ്യം ഹെലികോപ്റ്റർ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മറ്റൊരു വണ്ടി എൻ്റെ കണ്ണിൽപ്പെട്ടത്. അത് വളരെ വെറൈറ്റി വണ്ടിയാണ്. റോബോട്ടുകാരായിരുന്നു ആ കാണുന്നത്. കാണുമ്പോൾ ഒരു ക്യൂട്ടൊരു സിമ്പിളൊരു കാറാണെങ്കിലും അതിങ്ങനെ സ്വിച്ച് ഞെക്കുമ്പോൾ ഒരു റോബോട്ട് കാറായിട്ട് വരുന്ന ഒരു കാറ്. ആദ്യം തന്നെ അവിടെയുള്ള ഒരു പയ്യൻ എനിക്ക് അതിൻ്റെ ഡെമോ കാണിച്ചു തന്നു. അത് കണ്ടിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ ശരി. ഒരു 4 ബസ്സിൽ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഗുരുവായൂരിൽ നിന്നുള്ളൊരു ബസ്സാണത്. അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂരെത്തി. വടക്കേ സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ ഞങ്ങളുടെ അവിടേക്കുള്ള ബസ്സിൽ കയറി. ശുഭം.